ഇനി നമുക്ക് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി. നിങ്ങളുടെ ക്വസ്റ്റ്യൻ മനസ്സിൽ വിചാരിക്കുക. 5 കാർഡ് ഞാൻ വെച്ചിട്ടുണ്ട്. കാർഡ് 1, 2, 3, 4, 5. ഓക്കെ, 1 മുതൽ 5 വരെ. 1, 2, 3, 4, 5. ഏത് കാർഡ് വേണമെങ്കിൽ മനസ്സിൽ വിചാരിച്ചോളൂ. നിങ്ങളുടെ ഉത്തരം അതിനകത്തുണ്ട്. യെസ് ആണോ നോ ആണോ എന്നുള്ളത് ആ കാർഡിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിൽ വിചാരിക്കുക, ഡിവൈനെ മനസ്സിൽ വിചാരിക്കുക, കാർഡ് നമ്പർ മനസ്സിൽ വിചാരിക്കുക. എടുക്കട്ടെ. കാർഡ് നമ്പർ 1. യെസ്, കാർഡ് നമ്പർ 1ൻ്റെ ആൻസർ യെസ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കും. കാർഡ് നമ്പർ 2, അതും യെസ് തന്നെയാണ്. നിങ്ങൾ വിചാരിച്ച കാര്യം ഉറപ്പായിട്ടും നടക്കും. കാർഡ് നമ്പർ 3, യെസ് തന്നെയാണ്. അതും നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കും എന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത്. കാർഡ് നമ്പർ 4 നോ ആണ്, അത് നടക്കാൻ സാധ്യതയില്ല. കാർഡ് നമ്പർ 5 മേ ബി ആണ്, ഡിലേ നടക്കും, പക്ഷേ കുറച്ച് ഡിലേ ആയിട്ട് മാത്രമേ കാര്യം നടക്കുള്ളൂ എന്നാണ് ഡിവൈൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഓക്കെ, എന്ത് തന്നെ ആയാലും ഡിവൈനിന് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക, മാനിഫെസ്റ്റ് ചെയ്യുക. ഡിലേ നോ വന്നവരെ മാനിഫെസ്റ്റ് ചെയ്യുക കേട്ടോ. മാനിഫെസ്റ്റ് ചെയ്യുക, ഡിവൈൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങളുടെ കാര്യങ്ങളും ഡിലേ ആയാലും നടക്കും എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുക.